ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ ഡ്രോണുകൾ വ്യാഴാഴ്ചയും അമേരിക്കൻ സേന വെടിവെച്ചിട്ടു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദുബായിൽ നിന്ന് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി എൽവിസ് ചേരുകയാണ്. എൽവിസ്, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ സാഹചര്യങ്ങളെല്ലാം മാറുന്നു, കാർമേഘം ഒഴിയുന്നു, സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളൊരു തോന്നൽ തന്നെയാണോ ഇപ്പോഴുള്ളത്? കുഞ്ചു, ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിച്ചെന്നും മറുഭാഗത്ത് ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിട്ടും അമേരിക്ക ഇറാൻ സംഘർഷം 105-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രിയിലാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഇത് അമേരിക്കൻ സൈന്യം വെടിവെച്ചിടുകയായിരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. ഹോർമുസിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ കപ്പലുകൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം ഇന്ന് അവസാനിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനുമായി സമാധാന ഉടമ്പടി ഒപ്പിടുമെന്നും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും US പ്രസിഡന്റ് പറയുന്നു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇറാനുമായി സമാധാന ഉടമ്പടിയിലെത്തി. ഉടമ്പടി ഒപ്പിടുന്ന ദിവസം തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കും. ദിവസങ്ങൾക്കുള്ളിൽ ഇക്കാര്യം നടക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ചിലപ്പോൾ സമാധാന ഉടമ്പടിയിൽ ഈ ആഴ്ച തന്നെ ഒപ്പിട്ടേക്കാമെന്നും ട്രംപ് സൂചന നൽകുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കാരണം മുൻപും ട്രംപ് ഇത്തരത്തിൽ പല വാക്കും ഉറപ്പും നൽകിയതാണ്. അതെല്ലാം പിന്നീട് പാലിക്കപ്പെടാൻ ഇറാനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. പല ഘട്ടങ്ങളിൽ ഇത് സാധിക്കാൻ പോയിട്ടുണ്ട്. നിലവിൽ വെടിനിർത്ത കരാർ തുടരുമ്പോഴാണ് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും തുടർച്ചയായി ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇതിനിടെ ലെബനനിൽ വീണ്ടും ഇസ്രായേൽ സൈന്യം ഒന്നിലധികം മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കാരണം കൂടിയാണ്. അതിനാൽ ഫലത്തിൽ യുദ്ധം അവസാനിച്ചുവെന്ന് വാക്കാൽ പറഞ്ഞാലും ഒരു കരാറിലെത്താതെ യുദ്ധം അവസാനിച്ചുവെന്ന് പറയുക എളുപ്പമാകില്ല. കുഞ്ചു, തീർച്ചയായും വ്യക്തമാണ്. ഇപ്പോൾ എൽവിസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അത് ഒരു ആശങ്ക കൂടി നിലനിർത്തുന്നുണ്ട്. സമാധാനം വീണ്ടും വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള ആഹ്വാനം തന്നെയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായൊരു കാര്യമാണ്.